പോയരട്ടാ. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് പോവാട്ടോ. ശ്രീതേട്ടൻ്റെ വീട്ടിൽ നിന്ന് 2 ദിവസം എന്ന് പറയാം. കാരണം മിഞ്ഞാന്ന് രാത്രി വന്നാണ്. ഇന്നലെ അവിടെ സ്റ്റേ ആയി, ഇന്ന് രാവിലെ പോവാണ്. അപ്പോൾ ശ്രീതേട്ടൻ ഞങ്ങൾ കൂടെ റൈഡ് ചെയ്താൽ. ശ്രീതേട്ടാ ഞാനും ഇവരോട് അങ്ങോട്ട് കൂടി ലഡാക്ക് വരെ ഇല്ല, ചെറിയൊരു റൈഡല്ലേ. ശ്രീതേട്ടൻ്റെ വണ്ടിയാണത്. സിറ്റി ഒന്ന് കടത്തി വിട്ടിട്ട് വരാം. നമ്മളൊന്ന് യാത്ര ആക്കണം. അപ്പോൾ ജസ്റ്റ് വെറുതെ രാവിലെ അല്ലേ, മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 നമ്മളിവിടെ നാഗ്പൂരല്ലേ, നാഗ്പൂരേക്കുള്ള ട്രിപ്പാണ്. ഇന്ന് അവിടെ പിടിക്കണം എന്നാണ് പ്ലാനിങ്. ഞങ്ങൾ ലഡാക്കിലെത്തുമ്പോൾ സ്വീറ്റ് ഓർക്ക് നിൽക്കട്ടോ. ഈ അച്ചാർ കഴിച്ചു. അങ്ങനെ ഇന്നലെ നല്ല മാങ്ങച്ചാർ ഉണ്ട്, ടേസ്റ്റ് വന്നുണ്ട്. പാക്കാക്കി കിട്ടും ഒരു അച്ചാർ എടുത്തിട്ടാണ്. എടുത്തോ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന എണ്ണ ഇവിടെ അതൊക്കെ പാരങ്ങനെ കിടന്ന് കേടണ്ട. ഒരു 1.5 മണിക്കൂർ ഫുള്ള് റൈഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ടു. അതാണ് കഥ. പൂരി മാത്രമേ കിട്ടുള്ളൂ. ഹൈദരാബാദിൽ നിന്ന് കുറേ വിട്ടിട്ട് ദൂരെ പോകുന്നുണ്ട് സംഭവം. അതിലോട്ട് പൂരി രക്ഷ നോക്കാം. എന്താ സംഭവം അറിയാലോ. ഇവിടുത്തെ തിരക്കൊന്നും ഭയങ്കര വെച്ചാൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ഓർഡർ എടുക്കുന്നതാണ്. ഇവിടെ ഒന്നും പൂരി മാത്രമേ ഉള്ളൂ. പൂരി ഒന്നിരുന്നാൽ തന്നെ പൂരി നേരിട്ട് വറുത്തോളൂ. ഒരു വയസ്സായ മരി എരുണ്ടാവില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പും പിടിച്ചിട്ട് സിമ്പിൾ സംഭവം, വലിയ പ്ലേറ്റ് ഇല്ല. 100 കിലോമീറ്റർ ഓടി വന്നതിന് കുഴപ്പമില്ല. 100 കിലോമീറ്റർ ഓടിനൊന്നും നഷ്ടം പറയാനല്ല. ഇപ്പോൾ മുളക് അടിക്കാം. അങ്ങനെ സുജിത്തേട്ടന് ഈ വഴിക്കും നമ്മൾ ആ വഴിക്കോട്ടെ. അങ്ങനെ ഇവിടുത്തെ തിരിയാണ് 2 വഴിക്കായിട്ട്. സുജിത്തേട്ടനോട് ഇവിടെ പറഞ്ഞ ഞങ്ങൾ നാഗ്പൂരിലേക്ക്. സമയം രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പം എത്രയായി? 11 മണിയായിട്ടോ. രാവിലെ 7 മണിക്ക് ഇറങ്ങി. ഒരു പൂരി കഴിക്കാൻ വേണ്ടിട്ട് 120 കിലോമീറ്റർ ഓടിച്ചിട്ട് വന്നത്. അതന്നെയാണല്ലോ ഇതിന്റെ ഒരു വഴി. അപ്പൊ ലഡാക്കൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ച് സൂപ്പർ ആക്കിയിട്ട് വരാം. വയനാട്ടിലേക്ക് ചായ കുടിക്കാൻ പോവാം. ഇവിടെ വയനാട്ടില് തൽക്കാലം പൂരിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചായ പൂരി. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഇവിടുന്ന് ജാങ്കോനെ മിസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ വൈക്ക് ഓരോരുത്തരും ഇഷ്ടം പോകുന്നു. ഇഷ്ടം പോയി. पेट्रोल प्राइस कितना है? पेट्रोल का प्राइस ഞങ്ങൾ പോന്നപ്പോഴേ ബൈക്ക് അങ്ങനെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടാവും. സംഭവം ഇവിടെ ഞങ്ങൾ പോകേണ്ട ആൾക്കാർ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ ആൾക്കാർ ഞങ്ങൾക്ക് പോകാണ്ടേ. പക്ഷേ അത് പണി കഴിഞ്ഞിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പോലീസുകാർ ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്താൽ 12:30 ഇവിടെയാണ് ഹൈദരാബാദ് ബിരിയാണി ഹൗസൊക്കെ എത്തിയത്. ഹൈദരാബാദിൽ നമ്മൾ ഹൈദരാബാദ് ബിരിയാണി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച്, പക്ഷേ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ വീട്ടിൽ നമ്മളൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന അന്ന് തന്നെ അവർ നമുക്ക് കൊടുക്കുന്നത് പിന്നെയും പൂരി. അപ്പോൾ ഇവിടെ നിന്ന് കയറി നോക്കാം കേട്ടോ. ഹൈദരാബാദ് ബിരിയാണി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു ടേസ്റ്റ് ചെയ്ത മോഡലും കൂടെ 65 ബിരിയാണി, ചിക്കൻ 65 വരുന്ന ബിരിയാണി ഉണ്ട്. അത് നമ്മൾ ഒരു പീസ് ഓർഡർ ചെയ്ത് നമ്മൾ ഇന്നാൾ ബാംഗ്ലൂർ കളിച്ച കളിൻ്റെ അവിടെ ചെയ്ത് നോക്കുക. ഇനി വേണമെങ്കിൽ മട്ടൻ വേണമെങ്കിൽ മട്ടൻ നമുക്ക് ട്രൈ ചെയ്യാം. ഹൈദരാബാദ് ബിരിയാണി സെർവ് ചെയ്ത് കേട്ടോ.
സംഭവം കേട്ടോ സാധാരണ നമുക്കിവിടെ വെച്ച് പോകാനാണ് നമുക്ക് ആവശ്യം എടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്ലേറ്റ് പറഞ്ഞ മുമ്പിൽ കറക്റ്റ് പൗതിന് മുറിച്ചിട്ടൊന്നും രണ്ടാക്കും വേണം. ബിരിയാണിയുടെ ടേസ്റ്റ് വരാണെങ്കിൽ നമ്മൾ ഞാൻ സ്വീറ്റായിട്ടിൻ്റെ അടുത്ത് കഴിച്ചാൽ പക്ഷേ ആ ടേസ്റ്റൊക്കെ തന്നെ അന്ന് കഴിച്ച് തന്നെ അത്യാവശ്യം നല്ല ഹോട്ടലിൻ്റെ ബിരിയാണി ഉണ്ടോ ഹൈദരാബാദി ബിരിയാണി. തൈരുണ്ട് അതിനുള്ളതാണല്ലോ ബിരിയാണിക്ക് കറി കൂട്ടി കഴിച്ചു. ഇവരുടെ കറി കൂട്ടിയൊന്ന് കഴിച്ചു. രണ്ട് വേറെ ടേസ്റ്റ് അതാ പറയുന്നത്. എനിക്ക് പിന്നെ കറിയില്ലാതെ ഇഷ്ടം എന്താണോ ഞങ്ങൾ മെനു ഇങ്ങനെ വെച്ചിട്ട് തിന്നണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൗതി ഷെയറാക്കി ഇന്നാൾക്ക് മരണം വലിയൊരു മട്ടൻ ബിരിയാണി പറഞ്ഞു. മട്ടൻ ബിരിയാണി തൈര് ടേസ്റ്റ് കുഴപ്പമില്ല. ഹൈദരാബാദ് ബിരിയാണിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ടേസ്റ്റ് കിട്ടും. അടുത്തത് മട്ടനോട് തോടവും. അപ്പോൾ ഇനി നമ്മൾ മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ട് മട്ടൻ ബിരിയാണി? വേറെ ബിരിയാണി തന്നെ കേട്ടോ. സാധാരണ നമ്മളെ നാട്ടിൽ മട്ടൻ വേവിച്ചിട്ട് ഇറക്കണം മഴയുള്ളൂ. ഇത് റൈസും കാര്യമൊക്കെ തന്നെ ടേസ്റ്റ് എല്ലാം മാറ്റി. അപ്പോൾ മട്ടൻ്റെ മസാലയുടെ കയറാം. എന്നാൽ ഞങ്ങൾ ഈ സ്പെഷ്യൽ ബിരിയാണി കഴിഞ്ഞ് പോട്ടോ. ഹൈദരാബാദ് ബിരിയാണി ഹൗസിൽ നിന്ന് നമ്മൾ വിടുകയാണ്. ഏകദേശം സമയം 2:30 കുറച്ചേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കുത്തരുന്നു. കാരണം ബിരിയാണി അല്ല അടിച്ച പാട് പോയാൽ ചിലപ്പോൾ 2 ആൾ ഉറങ്ങും. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ചേരം കുത്തരുന്നു. ഞാൻ വന്നിട്ടോ ഫോണ് വൈക്കോളൂ വെച്ചിട്ടോ. കാട്ടിൽ നല്ല മഴ അല്ലാണ്ട് ആൾക്കാർക്ക് കേടൊക്കെ പെരുമഴ പറഞ്ഞാൽ പെരുമഴ. ദാബ ഞങ്ങൾക്കൊരു ഹാരമായിട്ട് ഫോണ് വെച്ച് സാധനങ്ങളൊക്കെ കെട്ടുകൂട്ടി ഇറക്കി വെച്ചിട്ടോ. ഒരു സമാധാനം ഇതൊക്കെ നടക്കും. കാരണം ജാക്കറ്റും കാര്യം നമുക്ക് ഇട്ട് ശീലമില്ലാത്തല്ലേ. അങ്ങനെ രാവിലെത്തി ചായ കുടിക്കട്ടോ. ചായ വയസ്സാട് കുടിച്ചാൽ തുടങ്ങിനെ. അതൊക്കെ കഴിച്ചൊക്കെ തിരക്കി. അപ്പം മഴ പെയ്തതിൻ്റെ ഇടയിൽ മഴ പെയ്തതിൻ്റെ ആകെ പണിയായി. നല്ല മഴയായി. കഴിക്കലൊക്കെ അതൊക്കെ സെറ്റാക്കി ചായ കുടിച്ചോക്കെ. രാവിലെ കുടിച്ചറച്ചു എന്നിട്ട് ചായ കണ്ടേ കഫേ ലൈഫിൻ്റെ രസം കണ്ടോ. അവിടെ ഇങ്ങനെ കാലാവസ്ഥ നോക്കി എന്താ രസം. അവിടെ ഇങ്ങനെ മഴ ഫുള്ള് നെയ്യാണല്ലോ. ഞാൻ പറഞ്ഞ ഈ നെയ്യും ബട്ടറൊക്കെ തിന്ന് ബട്ടറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കുത്തിറക്കാം. വണ്ടി ഇത് അവിടെ റെസ്റ്റ് എടുക്കണേ. നല്ല ലൊക്കേഷൻ അടിപൊളി. വാ ഇപ്പോൾ ദാബേര് ഞങ്ങൾ 2 പേര് ദാബേര് ഇരുന്ന് അങ്ങനെ അടിക്കണം ആണെങ്കിൽ പോയി വെറുതെ അവിടെ കുത്തിട്ട് കാര്യമില്ല. എക്സ്പ്ലോർ അത് കാണുന്ന വീഡിയോ ആരോടെ പറഞ്ഞേ. കുതിരയാണ് പൈക്കളല്ലേ. 4 കെട്ടി വലിച്ചിട്ടുണ്ട്. കുറെ നേരം ഇരുന്നിരുന്ന് മടുത്ത്. ഇനി ഹൈദരാബാദി സ്പെഷ്യൽ ഇരുത്തട്ടോ. ഇവിടെ 4 മണ്ടില് 2.5 മണി ചായ ഇനി മടി തുറപ്പോ പടിഞ്ഞു കുഞ്ഞ് ഇരിക്കടോ. ഇവിടെ വേറെ ആയത് വീഡിയോ എടുത്താണ്ടില്ല ആൾക്കാരൊക്കെ പരിചയം മുതുക്കണ കാക്കാനൊക്കെ. ഏതാ കാക്കയോ ചെക്കന്മാരെ നെട്ടിച്ചാണ് ചങ്ങായി. പൂരപ്പിച്ചപ്പോഴല്ലേ ഒലക്കെ വരിട്ടുണ്ട്. വിറ്റുണ്ട് വരാൻ വേണ്ടി കുലുവതാവ് ഓതി പോകാൻ വേണ്ടി യാസീനോ ചേർന്ന് വരുമ്പോൾ ഇതാണ് ആകെ ഓതിപ്പാടി പറഞ്ഞേക്കാണ്. നമ്മളെ ഞങ്ങൾ ഇറങ്ങി പോകണം. എപ്പോൾ ഒന്ന് കിടക്കാരോ 7 മണിയായി പോടെ ഒരിടത്ത് കുത്തറങ്ങനെ കുറച്ചും കൂടി പോയി 8 മണിക്ക് സൈഡാക്കാറാ. 6 മണിക്ക് അവിടെ ആസിലാബാദ് 200 കിലോമീറ്റർ ഉണ്ട് നാഗ്പൂരിക്ക്. നമുക്ക് പ്ലാനിങ് ഇല്ലാതെ നടക്കുക. ഇതിങ്ങനെ തേണ്ടി തിരിച്ച് പോകുന്നത് ഉറക്കുന്നപ്പോ വെറുതെ ചാടിച്ചാൽ കയറി. അതിപ്പോ 4 ചായയും 4 റൊട്ടി കാലി റൊട്ടി. നമ്മള് നാടൻ പൊറാട്ട എന്ന മാതിരി കാലി പൊറാട്ട എന്ന മാതിരി റൊട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. റൂമും തന്നെ എടുക്കട്ടെ. നല്ല മഴയാണ്. ഒരു വച്ചില്ല. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ആദിലാബാദ് എത്തിയിട്ടുള്ളൂ. നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. മഴത്ത് നടക്കില്ല. പെരുമഴ ഞങ്ങളെ വീട് ഉണ്ടല്ലേ അത്യാവശ്യം മഴ. അപ്പോൾ തൽക്കാലം റൂമെടുത്ത് നിന്ന് സ്റ്റേ ആക്കാം. പിന്നെ പോലെ 2 ആൾ നനഞ്ഞ കുളിച്ചിട്ടുണ്ട്. നേരത്തെ പോയ റൂം നമുക്ക് പറ്റില്ല. അത് ലോക്കൽ റൂമാണ്. അതിന് കുറച്ച് നല്ല റൂം ഉണ്ടെങ്കിൽ വേറെ വൈക്കത്തി നമ്മൾ രാധാകൃഷ്ണ റൂമോട് പോയത്. അതല്ലേ അത് പറ്റില്ല.
കേസിൽ വീടുള്ള ഒറ്റക്കുണ്ട്. പക്ഷേ ഇതായിട്ട് നമ്മൾ കണ്ട റൂം ഇന്ത്യയുടെ റൂം ഒറ്റയ്ക്ക് കിച്ചിണ്ട്. ഇവരെ പറഞ്ഞ പറ്റിച്ച് ഞങ്ങൾ വലിയ യൂട്യൂബറാണ്, വലിയ ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും റൂം 800 രൂപയ്ക്ക് ഒപ്പിച്ച്. ഏതായാലും റൂം കുഴപ്പമില്ല, നല്ല റൂമാണ്. അപ്പം ഇനി വണ്ടി സേഫാക്കി വെക്കാനത് അവിടെ സ്ഥലം വെച്ചിട്ടുണ്ട്. വലിയ ഇൻസ്റ്റാഗ്രാം അല്ലേ പൈസ ഞങ്ങൾ വൈകുന്നേരം 16 ആൾക്കാർ വരും. ഓരോരുത്തർ നിങ്ങൾ 900 വാങ്ങിക്കും. ഇയാൾ 900 പറഞ്ഞു, അതിൽ പറഞ്ഞ് 900 ആക്കി. പിന്നെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര വലിയ ആൾക്കാർ യൂട്യൂബേഴ്സാണ്, റീലൊക്കെ ചെയ്യും, നിങ്ങൾക്ക് നിറച്ച് കസ്റ്റമർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് 800 ആക്കി തന്നെ. പാവം നിങ്ങളാരും വരിട്ടോ പ്ലീസ് അല്ലേ, ഒരാളെങ്കിലും വന്നു ഇവിടെ. രാധീകൃഷ്ണ കേട്ടോ നമ്മള് ഇവിടെ തൊട്ടപ്പുറത്ത് നല്ല അമ്പലമുണ്ട് സെറ്റ്. സാധനം കറക്കണം, കാരണം ഇന്നലെ നമ്മൾ വെച്ചപ്പോ നല്ല ഷോപ്പ് ആദിലാബാദ് കേട്ടോ. ആദിലാബാദ് ബസ് സ്റ്റാൻഡ് റൗണ്ട് അബൌട്ട് ഇങ്ങനെ താഴേക്ക് വന്നു കേട്ടോ. നമ്മുടെ ഇതാ തെളിവാക്കിനോട് കിടക്കണം അമ്പലം. അതിന് ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂം സെറ്റ് കേട്ടോ. ഷൂ ഒക്കെ നനഞ്ഞ്, ഷൂ ഒക്കെ അവിടെ ഇട്ട് ഒക്കെ നനഞ്ഞതൊക്കെ അവിടെ തോരട്ടിണ്. ഏതായാലും നാളെ രാവിലെ നീച്ച് പോകണം. ഡൽഹി എത്തണമെങ്കിൽ ഡൽഹിക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എത്തുന്നത് സാധനമൊക്കെ വണ്ടി ഇറക്കി കൊടുത്തു. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം നാളെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.